നമസ്കാരം. യശോദാനന്ദൻ ഗോവിന്ദയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പൊന്നു ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. ഒരു 4 വരി ശ്ലോകം. ആയിരക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്ന ഒരു മഹാമന്ത്രമെന്ന് തന്നെ പറയാം. ഗോവർദ്ധനതരം വന്ദേ എന്ന് തുടങ്ങുന്ന ശ്ലോകം. ഒരു ചെറുവിരലിൽ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയ കൃഷ്ണന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ശരിക്കും ഗോവർദ്ധന ഗിരിരാജ് മഹാരാജ് എന്നാണ് പറയേണ്ടുന്നത്. കാരണം ഭഗവാൻ തന്നെയാണ് ഗോവർദ്ധനം. ഇത് കേൾക്കുന്നത് തന്നെ മഹാപുണ്യം. എന്തിനാണ് ഭഗവാൻ ഗോവർദ്ധനത്തെ ഉയർത്തിയത്? അത് വെറും അത്ഭുതമായിരുന്നോ? അല്ല, അല്ലേ? മനുഷ്യ ജീവിതത്തിനുള്ള ഒരു വലിയ സന്ദേശം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ മഴ പോലെ പ്രശ്നങ്ങൾ വരാം, ഭയം വരും, ആരും കൂടെയില്ലെന്ന് തോന്നും. അപ്പോൾ ഗോവർദ്ധന ഉയർത്തിയ കൃഷ്ണൻ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കും. നിന്റെ ഭാരം നീ ഒറ്റയ്ക്ക് ചുമക്കേണ്ട, ഞാനുണ്ട്, നിന്റെ കൂടെ ഞാൻ സദാ ഉണ്ട്. അതുകൊണ്ട് ഇന്നും അനേക ഭക്തർ, ഭഗവാന്റെ പ്രിയപ്പെട്ടവർ ഭക്തിയോടുകൂടി ഈ ശ്ലോകം ജപിക്കുന്നത്. മറ്റൊരു വലിയ സന്ദേശം കൂടി ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നു. അഹങ്കാരത്തിൻ്റെ പ്രതീകമായ ഇന്ദ്രനേക്കാൾ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ശക്തിയാണ് വലുതെന്ന്. അതുകൊണ്ട് ഇന്നും ഭക്തർ ഗോവർദ്ധനതരം വന്ദേ എന്ന് ചൊല്ലുമ്പോൾ ഒരു സുരക്ഷയും ആശ്വാസവും അനുഭവിക്കുന്നു. ഭയം കുറയും, വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കും, ഐശ്വര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. വെറും ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല, മനസ്സിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കൂടി കഴിയുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഏറ്റവും മഹിമ. അപ്പോൾ ആ പുണ്യമായ ശ്ലോകം മനസ്സിലാക്കാം അല്ലേ? ഗോവർദ്ധനതരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവ മീശാനം ഗോവിന്ദം ഗോപികാപ്രിയം. ഇത് ഞാനിവിടെ എഴുതിയിടാം. ഇനി നമുക്ക് ഇതിൻ്റെ ലളിതമായ അർത്ഥം മനസ്സിലാക്കാം. എപ്പോഴും എല്ലാ ശ്ലോകവും അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ആ സത്ത്, അതുകൊണ്ടുള്ള ആ ഫലം നമുക്ക് പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. അതിൽ നിന്നുള്ള ആ അമൃത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 4 വരി ശ്ലോകത്തിൻ്റെ ലളിതമായിട്ടുള്ള അർത്ഥം കൂടി മനസ്സിലാക്കാം. ഗോവർദ്ധനതരം വന്ദേ. ഗോവർദ്ധന പർവ്വതം ഉയർത്തിയ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഗോകുലവാസികൾ ഭയന്നപ്പോൾ, ഇന്ദ്രന്റെ കോപത്തിൽ മഴ പെയ്തപ്പോൾ കൃഷ്ണൻ ഒരു ചെറുവിരലിൽ ഗോവർദ്ധന പർവ്വതം ഉയർത്തി എല്ലാവരെയും രക്ഷിച്ചു. പക്ഷേ ഇതിൻ്റെ തത്വം എന്താണ്? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, മഴ പോലെ ദുഃഖങ്ങൾ പെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഗോവർദ്ധന ഉദാഹരണം. ഗോവർദ്ധനം എന്നത് വെറുമൊരു പർവ്വതമല്ല, അത് മനുഷ്യൻ്റെ ഭാരങ്ങളാണ്. ഭയം, ദുഃഖം, ആശങ്ക, പരീക്ഷണങ്ങൾ. കൃഷ്ണൻ പറയുന്നു, നീ ഭയപ്പെടണ്ട, നിന്റെ ഭാരം ഞാൻ താങ്ങാം. അടുത്ത വരി, ഗോപാലം ഗോപരൂപിണം. അതായത് ഗോക്കളെ സംരക്ഷിക്കുന്ന ഗോപാലനായും, അതായത് ലളിതമായ ഇടയക്കുട്ടിയുടെ രൂപത്തിൽ വന്ന ഭഗവാനെയും ഞാൻ വണങ്ങുന്നു. സർവലോകാധിപനായ ഭഗവാൻ പോലും ഭക്തർക്ക് വേണ്ടി സാധാരണ ബാലന്റെ രൂപത്തിൽ വന്നു. ആ ഭഗവാനെ നമുക്ക് മനസ്സുകൊണ്ട് നമസ്കരിക്കാം.
മൂന്നാമത്തെ വരി ഗോകുലോത്സവമീശാനം. ഗോകുലത്തിൻ്റെ ആനന്ദവും ഉത്സവമായ ഭഗവാനെ ഞാൻ വണങ്ങുന്നു. കണ്ണൻ ഉള്ളിടം മുഴുവൻ സന്തോഷവും സ്നേഹവും ആനന്ദവും നിറയുമെന്നതാണ് ഭാവം. ആ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കാം. നാലാമത്തെ വരി ഗോവിന്ദം ഗോപികാപ്രിയം. ഗോപികമാർക്ക് ഏറ്റവും പ്രിയനായ ഗോവിന്ദനെ ഞാൻ വണങ്ങുന്നു. ഭക്തരുടെ ഹൃദയം സ്നേഹത്തോടെ കീഴടക്കുന്ന ഭഗവാനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ചെറിയ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കരുണ, സംരക്ഷണം, ലാളിത്യം, ഭക്തസ്നേഹം, ദിവ്യ സൗന്ദര്യം എല്ലാം മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. ആ പുരുഷോത്തമനെ, ആ ഭഗവാനെ നമ്മൾക്ക് മനസ്സുകൊണ്ട് വീണ്ടും 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 നമസ്കരിക്കാം. ഹരേ ഗുരുവായൂരപ്പ, രാധേ കൃഷ്ണ. ഇത് പുരുഷോത്തമ മാസമാണ് അല്ലേ? മെയ് 17 മുതൽ ജൂൺ 15 വരെ. ഈ പുരുഷോത്തമ മാസത്തിൽ ഈ ശ്ലോകത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഈ മാസത്തിൽ ഈ ശ്ലോകം ചൊല്ലുന്നവർ ഭക്തിയോടുകൂടി ചൊല്ലിയാൽ അവർക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. 33 തവണ ജപിക്കണമെന്നാണ് പറയുന്നത്. കാരണം 33 എന്ന സംഖ്യയ്ക്ക് പുരുഷോത്തമ മാസത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം 33 മാസം കൂടുമ്പോഴാണ് ഈ അധിക മാസം വരുന്നത്. ഈ അധിക മാസത്തിനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പുരുഷോത്തമ മാസം എന്ന പേര് നൽകിയത്. കൂടാതെ 33 എന്ന സംഖ്യ കൊണ്ട് 30 കോടി, അതായത് 30 മുക്കോടി ദേവതകളെയും പ്രതിനിധാനം ചെയ്യുന്നു. അതായത് അഷ്ടവസുക്കൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, 2 അശ്വിനി കുമാരന്മാർ. ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവദേവസ്വരൂപനാകിയാൽ 33 തവണ ജപിക്കുന്നത് എല്ലാ ദേവതകളെയും സ്മരിക്കുന്നത് പോലെ എന്ന ഭാവത്തിൽ ഭക്തർ ജപിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പുരുഷോത്തമ മാസത്തിന് ഇത്രയധികം പ്രത്യേകത? ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ്. ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ മാസത്തിൽ ഓരോ ഭക്തരും ചൊല്ലുന്ന നാമജപമായിക്കോട്ടെ, ദാനം, ദീപം, എല്ലാ ഗീതാപാരായണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായം, അതായത് പുരുഷോത്തമ യോഗം, അത് ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാമജപത്തിൽ സംഖ്യയ്ക്ക് ഒരു പ്രാധാന്യവുമില്ല. നമ്മുടെ ഭക്തി, സ്നേഹം, സമർപ്പണം. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ സ്നേഹത്തോടുകൂടി ചൊല്ലിയാൽ മതി, ഭഗവാൻ കേൾക്കും. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പൻ്റെയും രാധാദേവിയുടെയും നിറഞ്ഞ സ്നേഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ യശോദാനന്ദൻ, ഗോവിന്ദയിൽ.